വരാനിരിക്കുന്ന കാലവർഷത്തെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് ദുരന്ത നിവാരണ യോഗം ചേർന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.ടി. ഷഹനാസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പ്രളയ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സ്വീകരിക്കേണ്ട ജാഗ്രതാ നടപടികളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തു. പ്രളയമുണ്ടായാൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനായി ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിൽ 4 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ, ശുദ്ധമായ കുടിവെള്ളം, ശൗചാലയങ്ങൾ തുടങ്ങിയവ ഉറപ്പാക്കുന്നതിന് അടിയന്തര പ്രാധാന്യം നൽകാൻ യോഗം തീരുമാനിച്ചു. അറിയിച്ചത് തൂതപ്പുഴയിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്ന, ഭാരതപ്പുഴയിൽ കുറച്ച് കുറവുണ്ടെങ്കിൽ പോലും തൂതപ്പുഴയിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നമുക്ക് ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ പുതിയ കൊടുമുടിയിലും അതുപോലെ പുറമണ്ണൂർ ഭാഗങ്ങളാണ് ഏറ്റവും ആദ്യമായിട്ട് വെള്ളം കയറാറുള്ളത്. അത് കഴിഞ്ഞ് മോസ്കോയിലും അതുപോലെ വെണ്ടല്ലൂർ ഭാഗങ്ങൾ ഭാരതപ്പുഴയിൽ വെള്ളം കയറി കഴിഞ്ഞാൽ പോലെ വെണ്ടല്ലൂർ ഭാഗങ്ങളിലേക്ക് വെള്ളം ഇരച്ചു കയറുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മുൻകരുതൽ എടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തര യോഗം ഇന്നലെയാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ഏകദേശം എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലബ്ബ് ഭാരവാഹികളെ വിളിച്ചിരുന്നു. അങ്ങനെ എല്ലാ ടീമും വിളിച്ച ഒരുവിധം എല്ലാ ടീമും ഇതിനായുള്ള പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കൂടാതെ പ്രളയജലം കലരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ കിണറുകളിലെ വെള്ളം ശുദ്ധീകരിക്കുന്നതിനായി അടിയന്തരമായി ക്ലോറിനേഷൻ നടത്താനും യോഗത്തിൽ തീരുമാനമായി. ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തോടെ എത്രയും പെട്ടെന്ന് ഇത് നടപ്പാക്കും. യോഗത്തിൽ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TC നൂർ, ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ VT അമീർ, N മുഹമ്മദ്, ഖദീജ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ബാലചന്ദ്രൻ, മെറിഷ്, TP, ഷഫീദ ബേബി എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട തങ്ങളുടെ കാഴ്ചപ്പാടുകളും നിർദ്ദേശങ്ങളും ഇവർ പങ്കുവച്ചു. വിവിധ സന്നദ്ധ പ്രവർത്തകരും രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ പ്രമുഖരും യോഗത്തിൽ പങ്കാളികളായി. അടിയന്തര സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനും ദുരിതബാധിതർക്ക് സഹായം എത്തിക്കുന്നതിനും ആവശ്യമായ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്താൻ യോഗം തീരുമാനിച്ചു. ഇതിനായി വിവിധ വകുപ്പുകളെയും സന്നദ്ധ സംഘടനകളെയും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ കർമ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമെന്നും അവർ കൂട്ടിച്ചേർത്തു.